ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒരു പുതിയ അവതാരം കൂടി വരികയാണ് കേട്ടോ. ഒന്നല്ല, രണ്ടുപേര് വന്നിരിക്കുകയാണ് പത്തരമാറ്റിൽ. ഒന്ന് എൻ ജ്വല്ലറിയുടെ MD, അതുപോലെ തന്നെ നമ്മുടെ ജലജയുടെ മോള് അവന്തികയും പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. പണ്ട് കാണിച്ചിരുന്ന ഒരു അവന്തികയുണ്ട്, ആ അവന്തിക അല്ല ഇപ്പോൾ ഏതായാലും വന്നിരിക്കുന്ന ഒരു പുതുമുഖമാണ്. അങ്ങനെ അവന്തിക കൂടി വന്നപ്പം പത്തരമാറ്റിൽ സംഘർഷഭരിത ഭാഗമാണ്. അവന്തിക വന്നിരിക്കുന്നത് തന്നെ ജ്വല്ലറിക്കാരുമായിട്ട് ചേർന്നിട്ടാണ്. ആദർശിനെ നയനെ അപായപ്പെടുത്തി സ്വത്തുക്കളെല്ലാം കൈക്കലാക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ അവന്തികയുടെയും വരവ്. അതിനായിട്ട് അവന്തികയും അതുപോലെ ജ്വല്ലറിക്കാരുടെ MDയും അബിയും ഒക്കെ ഒത്തുചേരുകയാണ്. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നയനയ്ക്കും ആദർശിനും ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുകയാണ് കേട്ടോ. അതിനുശേഷം കുറേ സംഘർഷഭരിതമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അബി ആകപ്പാടെ അടിയൊക്കെ കൊണ്ടിട്ട് പോയിരിക്കുകയാണല്ലോ മുത്തശ്ശൻ്റെ. അങ്ങനെ നവ്യ കൂടി വന്നു കഴിയുമ്പോൾ ഇവർ 3 പേരും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറയും. അപ്പം നവ്യ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥിരം മോഡലായിട്ട് വയ്ക്കുകയാണെന്ന് ജ്വല്ലറിയുടെ MD പറയുകയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട് ഞാനത് ചെയ്യും എന്ന് പറയുകയാണ്. അങ്ങനെ ഈ വിവരങ്ങളൊന്നും അറിയാതെ അവരെല്ലാം പയറ്റിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അബിക്ക് ഒരു കോള് വരികയാണ്. അബിയുടെ സിസ്റ്റർ അവന്തികയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അബി ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ താരാന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനാ അവന്തികയാണെന്ന് പറയാം. അപ്പോൾ അബി പറയാം, നീയാണോ, നീ തിരിച്ചെന്നാൽ നാട്ടിലേക്ക് വരികയെന്ന് ചോദിക്കുമ്പം അടുത്ത ദിവസം തന്നെ ഞാൻ വരുന്നുണ്ടെന്ന് പറയാണ്. അപ്പം അബി പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യം വളരെ പരിതാപകരമാണെന്ന് പറയാണ്. ഇവിടെ എന്നെയും അമ്മയും അതുപോലെ നവ്യയൊക്കെ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ആദർശും നയനയും കൂടി എല്ലാം കയ്യേറിയിരിക്കുകയാണ്. ആദർശാണെങ്കിൽ ദുബായിൽ ജയിലിലാണെന്ന് പറഞ്ഞിട്ട് അതുപോലും അല്ലായിരുന്നു, അവനിപ്പം നാട്ടിലുണ്ട്. ആകെ മൊത്തം കുഴഞ്ഞിരിക്കുകയാണ്. നമ്മളെ മിക്കവാറും ഈ അനന്തപുരിയിൽ നിന്ന് തന്നെ ഇറക്കി വിടുന്ന ലക്ഷണമാണ് എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഏട്ടൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട, ഞാനും കൂടി അങ്ങോട്ടൊന്ന് വന്നോട്ടെ, അങ്ങനെ നമ്മൾ വെറുതെ ഇറങ്ങിപ്പോകാനൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ അബി പറയുന്നുണ്ട്, എടി നമുക്കിവിടെ ഒരു ഷെയറുണ്ട്, ആ ഷെയർ കൂടി റദ്ദ് ചെയ്യാൻ പോവായിരുന്നു മുത്തശ്ശൻ. പിന്നെ ഞങ്ങൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് അതുകൂടി കളയാതിരുന്നത്. അപ്പോൾ നീ കൂടി വന്നാൽ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറയുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാനങ്ങ് എത്തട്ടെ, അങ്ങനെ വെറുതെ ഒന്നും ഇറങ്ങിപ്പോകാൻ ഞാനും തീരുമാനിച്ചിട്ടില്ല. ഏട്ടന് പറ്റുന്ന പോലെ അബദ്ധമൊന്നും എനിക്ക് പറ്റില്ല. അതിനുള്ള കരുക്കളൊക്കെ നീക്കിയിട്ട് തന്നെയാണ് ഞാൻ വരുന്നത്. എന്തായാലും ഞാൻ വരുന്നത് അവിടെ ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ്, അനന്തപുരി കൈക്കലാക്കണം. അനന്തപുരിയിലെ സ്വത്തുക്കൾ നമ്മളുടെ മാത്രമാവണം. ആദർശം നയനി അനിയൊന്നും അതിലൊന്നും ഉൾപ്പെടാൻ പാടില്ല എന്ന് പറയാം. അപ്പോൾ അബി പറയുന്നുണ്ട്, ഇത് വല്ലതും നടക്കുമോ? ഞങ്ങളിവിടെ കിടന്ന് പഠിച്ച പണി 18 നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. ആദർശിൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ല. മുത്തശ്ശനാണെങ്കിലും ആദർശനും നയനയ്ക്കും ആ സപ്പോർട്ടെന്ന് പറയാം. അപ്പോൾ ഉടനെ പറയുന്നുണ്ട് കേട്ടോ അവന്തിക, അതൊക്കെ ഞാൻ മാറ്റും, എൻ്റെ ലക്ഷ്യം അത് തന്നെയായിരിക്കണം, ഏട്ടനല്ല ഞാൻ എന്ന് പറയുകയാണ്. എന്നിട്ട് ജലജടയിലേക്ക് അബി ഫോൺ കൊടുക്കുക. അമ്മേ ദേ അവന്തികയാണ് വിളിക്കുന്നത്, അവൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ജലജ ഫോൺ വാങ്ങിക്കുക. മോളെ അവന്തികെ, നീ ഇങ്ങോട്ട് വരികയാണോ? നീ വരണം, വന്നു കഴിഞ്ഞ് നിൻ്റെ വിവാഹം നല്ല രീതിയിൽ നടത്തണം എനിക്ക് എന്ന് പറയുക. അപ്പോൾ അവന്തിക പറയും, ഓ വിവാഹം, അതിനു മുമ്പ് ഇപ്പം അവിടെ നടക്കുന്ന ആ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ആ അവസ്ഥയൊന്നും മാറണ്ടേ? അനന്തപുരിയിൽ നമുക്ക് ചുവട് പിടിക്കണ്ടേ എന്നും എല്ലാവരുടെ ആട്ടും തൂപ്പും ഒക്കെ കേട്ട് കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അത് പോരാ, നമുക്ക് എങ്ങനെയെങ്കിലും എല്ലാം കൈക്കലാക്കണം എന്ന് പറയാം. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ, ഞാൻ വ്യക്തമായ ചില പ്ലാനുകളോട് കൂടി തന്നെയാണ് വരുന്നത്, അതൊക്കെ ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും എന്ന് അവന്തിക പറയുന്നുണ്ട്. അപ്പോൾ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാവും. നീ വന്ന് നല്ല രീതിയിലൊക്കെ നിൽക്കണം, എന്നാലേ ഇവിടുന്ന് കുറേ സ്വത്തൊക്കെ അടിച്ചു മാറ്റി നിൻ്റെ വിവാഹം ഒരു കോടീശ്വരനെ കൊണ്ട് നടത്താൻ പറ്റൂ. അനന്തപുരിയിലുള്ളവർ വിചാരിച്ചാലേ അത് നടക്കുള്ളൂ, അത് നടക്കണം എന്നൊക്കെ ജലജയും പറയുക. അങ്ങനെ നമ്മുടെ അവന്തിക ലാൻഡ് ചെയ്യാൻ പോവാണ്. ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവന്തിക പോയിട്ട് കാണുന്നത് ജ്വല്ലറിയുടെ MDയാണ്. ജ്വല്ലറിയുടെ MDയുമായിട്ട് അവന്തികയ്ക്ക് നല്ല കണക്ഷനാണ്. അപ്പോൾ ജ്വല്ലറിയുടെ MD ആ സമയം തന്നെ അവന്തികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എത്തിയോന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എത്തി, ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്, വീട്ടിലേക്ക് പോകാമെന്ന് പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നമ്മുടെ ഒപ്പം നിൽക്കണം എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ അവന്തികയ്ക്ക് ഗുണങ്ങളേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. എങ്ങനെയെങ്കിലും അനന്തപുരിയിലുള്ളവരെ തകർക്കണം. അതിനായിട്ട് അബി ഇപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട്. എന്നാൽ അബിയെക്കാളും ഇരട്ടി ബുദ്ധിയുള്ള അവന്തിക ഞങ്ങളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതിലും കൂടുതലൊക്കെ സാധിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമേ ഉള്ളൂ. അനന്തപുരിയിലെ സ്വത്തുക്കൾ നിങ്ങൾക്ക് കയ്യേറാൻ പറ്റും. അതുപോലെ ജ്വല്ലറി തകർന്നാലും ഞങ്ങളുടെ ജ്വല്ലറിയിൽ നല്ല ജോലി, നല്ല ഒരു സ്ഥാനവും ഒക്കെ കിട്ടും, ഒരു ഷെയറും തരാം എന്നൊക്കെ പറയാം.
അവന്തിക അപ്പോൾ പറയുന്നുണ്ട് ശരി നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ അവന്തികയും ആ MDയും കൂടി കാണുകയാണ് കേട്ടോ എൻ ജ്വല്ലറിയുടെ. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം അനന്തപുരിക്കാരെ അല്ല, മൂർത്തീസ് ജ്വല്ലറിയാണ്. മൂർത്തീസ് ജ്വല്ലറി എങ്ങനെയെങ്കിലും തകർത്ത് ഇവിടെ ഒന്നാം സ്ഥാനത്ത് ഞങ്ങൾ തന്നെ എത്തണം. ഞങ്ങൾക്ക് അതുവഴി കോടികളുടെ ലാഭം ഉണ്ടാക്കണം. ലാഭം മാത്രമല്ല, ഇതൊക്കെ ഒരു വാശിയുടെയും കൂടെ ഇതാണ്. ആദർശിനോടും മൂർത്തി സാറിനോടുള്ള ഒരു വാശിയാണ് എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്ന കേസാണെങ്കിൽ ഞങ്ങൾ നിൽക്കാം. ഞങ്ങൾ അനന്തപുരിക്കാരൊക്കെയാണ്. മൂർത്തീസ് ജ്വല്ലറിയിൽ ഷെയറും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ഞങ്ങളെ അവിടെ ആകെ മൊത്തം ഒരു പുറമ്പോക്ക് പോലെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പതനം കാണാനായിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനായിട്ട് ഞങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ കൂടെ നിന്ന് കഴിയുമ്പം കൈ മലർത്തരുതെന്ന് പറയാം. അപ്പോൾ അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം അവന്തിക ചെന്ന് അവിടെ നല്ല കുട്ടിയായിട്ട് തന്നെ നിൽക്കണം. മുത്തശ്ശൻ്റെയും ആദർശിൻ്റെയും എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റണം. അതിനൊക്കെ ശേഷമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആദർശിനെയും നയനെയും നമുക്ക് ഇല്ലാതാക്കുക തന്നെ ചെയ്യണം. അവരുടെ ജീവിതം ഇല്ലാതാവണം. ആദർശ് ഇല്ലാതാവണം, കൂടെ നയനയും. അപ്പം അവന്തിക പറയാണ് നയന അവൾ ആദർശേട്ടൻ്റെ ജീവിതത്തിൽ നിന്ന് പോകണം. ഞാൻ പണ്ട് കുറേ ആദർശേട്ടനെ ആഗ്രഹിച്ചതാണ് വിവാഹം കഴിക്കാൻ. പക്ഷേ അയാൾക്ക് എന്നോട് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം നയന അയാളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ ആദർശേട്ടനെ ഞാൻ വിവാഹം കഴിക്കും. അങ്ങനെ എനിക്ക് അനന്തപുരിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളും കിട്ടും എന്ന് പറയുകയാണ്. അപ്പോൾ അവരും പറയുന്നുണ്ട് ശരിയാ, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. പിന്നെ ആദർശിനെ വിവാഹം കഴിച്ചാൽ പിന്നെ അവന്തിയുടെ കയ്യിലിരിക്കുമല്ലോ എല്ലാ കാര്യങ്ങളും. മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയിട്ട് അവന്തികയാണല്ലോ ഇരിക്കാൻ പോകുന്നത്. പിന്നെ നമുക്കെല്ലാം ഒരു ടൈഅപ്പിൽ അങ്ങ് പോകാം എന്ന് പറയണം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും നയനെ ആദർശേൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയണം. അങ്ങനെ അയാൾ പറഞ്ഞ് എല്ലാ ഒത്താശയും ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒന്നിച്ച് നിന്ന് കാര്യങ്ങളൊക്കെ നടത്താം. അതുകൊണ്ട് തന്നെ അവന്തിക വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞു വിടുക. അങ്ങനെ അവന്തിക നേരെ അനന്തപുരിയിലേക്ക് വരികയാണ്. വന്ന് കാറിൽ വന്ന് വല്ല സ്റ്റൈലായിട്ട് വന്ന് ഇറങ്ങുക. അപ്പം വണ്ടി വന്ന് നിൽക്കുന്നത് കണ്ട് നമ്മുടെ ദേവയാനിയും നയനയും വാതുക്ക വന്ന് നിൽക്കുകയാണ്. വാതുക്ക വന്ന് നിൽക്കുമ്പം അത് ഡോറ് തുറന്നിട്ട് അവന്തിക ഇറങ്ങി വരുന്ന കാണുക. അപ്പോൾ ദേവയാനി പറയാം അവന്തിക മോള് വന്നല്ലോ. മോള് പഠിത്തമൊക്കെ കഴിഞ്ഞ് അയർലൻഡിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ അവന്തിക വലിയ സന്തോഷത്തിൽ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ അവന്തികയും അവരോട് ഒരു ദേഷ്യമോ പുച്ഛഭാവമോ ഒന്നും കാണിക്കുന്നില്ല. ഓടി വന്ന് ദേവയാനിയെയും നയനെയും കെട്ടിപ്പിടിക്കുകയാണ്. നയനെയും ദേവയാനിയും ഒക്കെ കെട്ടിപ്പിടിക്കുകയാണ് അവന്തിക. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കയറി പോവുകയാണേ. കയറി പോകുന്ന ഉടനെ തന്നെ അവന്തിക നേരെ പോകുന്നത് ജലജയുടെ അടുത്തേക്കൊന്നും അല്ല, നേരെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കാണാൻ വേണ്ടിയിട്ട് പോവുക. നേരെ മുത്തശ്ശൻ്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി മുത്തശ്ശൻ്റെ മുറി കയറി ചെല്ലുക. എന്നിട്ട് മുത്തശ്ശ എന്ന് വിളിക്കുമ്പോൾ മുത്തശ്ശൻ അവന്തിക മോൾ എപ്പോൾ എത്തി, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നേന്നൊക്കെ ചോദിക്കുക. അല്ല, ഞാൻ ഏട്ടനെയും അമ്മയും വിളിച്ച് പറഞ്ഞിരുന്നു ഇന്ന് വരുമെന്ന്. എൻ്റെ അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുമോ, നമ്മുടെ ജ്വല്ലറിയിൽ എന്തെങ്കിലും നല്ല ഒരു പങ്ക് വഹിക്കുകയോ ഒക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് വന്നിതാ എന്ന് പറയാം. മുത്തശ്ശൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എല്ലാ നന്മകളും നേരുന്നെന്ന് പറയാം. അങ്ങനെ മുത്തശ്ശൻ്റെ കാലിലൊക്കെ വീണ് തൊഴുത് കരഞ്ഞ് ഒക്കെ നിൽക്കുകയാണ് കേട്ടോ. എന്തിനാ? അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട്, നല്ല കുഞ്ഞാണെന്ന് അവിടെ അറിയിക്കാൻ വേണ്ടിയിട്ട്. മുത്തശ്ശൻ തലയിൽ കൈവച്ചൊക്കെ അനുഗ്രഹിക്കുന്നുണ്ട്. മോക്ക് നല്ലത് തന്നെ ഉണ്ടാവും. ഇതുപോലുള്ള എളിമ അതെപ്പോഴും ഉണ്ടാകണം. ജലജയും അഭിയം പോലെ അഹങ്കാരിയാകരുതെന്ന് പറയാണ്. മോളുടെ അമ്മയും ഏട്ടനും കൂടി ഇവിടെ ഒപ്പിച്ചു വയ്ക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നില്ലേ? ഒരു തരി പോലും എളിമയില്ലാത്തവരാണ്, അഹങ്കാരികളാണ്, കള്ളക്കൂട്ടങ്ങളാണ്. അതുപോലൊന്നും ആകാതെ നേരിനും നെറിക്കും വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവന്തികയെ കുറേ അങ്ങ് മുത്തശ്ശൻ ഉപദേശിച്ച് വിടുന്നുമുണ്ട്. എല്ലാം ഓക്കെ പറഞ്ഞ് നല്ല സ്നേഹത്തോടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ വർത്താനം പറയാം. അപ്പോൾ ഇത് കണ്ടിട്ട് ജലജ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ മുത്തശ്ശനും ഒക്കെ ആയിട്ട് ഭയങ്കര സ്നേഹത്തിൽ കാലിൽ വീഴുന്നു, തൊഴുന്നു, അനുഗ്രഹം വാങ്ങിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ജലജയ്ക്ക് നല്ല ദേഷ്യം വരിക. ഇവളെന്തിന് ഇവരോട് ഇത്ര ഇത് കാണിക്കുന്നത്? വന്ന വഴി എന്നെ വന്ന് കാണാനുള്ളതിന് അവൾ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി അനുഗ്രഹം വാങ്ങിക്കുന്നു. ഇവൾ ആളെ മാറിപ്പോയോ? പഴയ സ്വഭാവമൊക്കെ അങ്ങ് മാറിയോ എന്നൊക്കെ ജലജ ഓർക്കുക. അപ്പോഴേക്കും അവന്തിക ജലജയുടെ അടുത്തേക്ക് ചെല്ലാം. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് എന്താ നീ വന്നിട്ട് ഉടനെ തന്നെ ആ മുത്തശ്ശിയുടെ അടുത്താണല്ലോ ആദ്യം പോയി അനുഗ്രഹം വാങ്ങിച്ചത്. എൻ്റെ അടുത്തേക്ക് വരാൻ നിനക്ക് തോന്നിയില്ലേ? എൻ്റെ മോള് തന്നെയല്ലേ നീ എന്ന് ചോദിക്കാം. അപ്പോൾ അവന്തിക്ക് പറയാം ഇതിനൊക്കെ അമ്മ ഇങ്ങനെ കുശുമ്പ് വിചാരിക്കേണ്ട കാര്യമുണ്ടോ? മുത്തശ്ശൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എനിക്കെന്ന് പറയാം. എന്ത് ലക്ഷ്യം? ഇവിടെ എല്ലാവരും നിൻ്റെ ഏട്ടനെ എന്നെ ഒറ്റപ്പെടുത്തി ഇട്ടിരിക്കുന്നിടത്ത് നീ ഇവരുടെയൊക്കെ കാല് പിടിക്കാനും ഇവരെയൊക്കെ കെട്ടിപ്പിടിക്കാനും സ്നേഹിക്കാനും ഒക്കെ എന്തിനാ പോയതെന്ന് ചോദിക്കുക.
അപ്പോൾ പറയുന്നുണ്ട് അവന്തിക, അമ്മേ അതൊക്കെ എനിക്കൊരു പ്രത്യേക ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. അമ്മ വിചാരിക്കുന്ന പോലൊന്നുമല്ല. എല്ലാവരെയും തറ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടാണ് ഈ അവന്തിക ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരെയും സോപ്പിട്ട് ചാക്കി കയറ്റി നിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. ഞാൻ വരുമ്പോഴേ ഇവരുമൊക്കെ ആയിട്ട് ഉടക്കാൻ പോയാലേ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെ പുറത്താക്കും. എനിക്കിവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല ആരുടെയും മനസ്സിൽ പോലും. അതുകൊണ്ട് ഞാനിവിടെ നിങ്ങൾക്കെതിരായിരിക്കും. ഇവരെല്ലാം കൂടെ തന്നെ നിൽക്കും. എനിക്ക് ചെറിയ ലക്ഷ്യങ്ങളുണ്ടെന്ന് അമ്മ മനസ്സിലാക്കിക്കോളാൻ പറയാണ്. അപ്പം ജലജ പറയും, ഓ മിടുക്കി, അപ്പം നീ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതല്ലേ? എന്നാൽ പിന്നെ കുഴപ്പമില്ല, അങ്ങനെ തന്നെ ആവട്ടെ. നടക്കണം കാര്യങ്ങളൊക്കെ. നമ്മളിവിടെ ഒറ്റപ്പെട്ടിരിക്കുക, ഇതെല്ലാം നമുക്ക് കൈയടക്കണം എന്ന് പറയുക. അപ്പോൾ അവന്തികയും പറയുന്നുണ്ട്, ശരിയാ, ഇതെല്ലാം നമുക്ക് കൈയടക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. അമ്മയൊന്ന് കൂടെ നിന്നാൽ മതി, ഒന്ന് അഭിനയിച്ച് തകർത്താൽ മതി എന്ന് പറയാം. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നവ്യ എന്തി? ഏട്ടൻ്റെ ഭാര്യ നവ്യ. അപ്പം ജലജ പറയും, അവളെ ഇതിൽ എങ്ങാണ്ടൊക്കെ പോയിട്ടുണ്ട്. ആ ജ്വല്ലറിക്കാരുടെ കൂടി അവളിപ്പം അവരുടെ ഒരു ഫാഷൻ മോഡലായിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്നതേ ഇവളെയാ. ഈ കുടുംബത്തോടുള്ള ശത്രുത തീർക്കാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പോയിരിക്കുക അവളും ഇപ്പം നമ്മുടെ പക്ഷത്ത് തന്നെയാണെന്ന് പറയാം. അപ്പോൾ അവന്തിക പറയാം, അവളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഏത് സമയം അവൾ മറുകണ്ഠം ചാടുക എന്ന് പറയാൻ പറ്റില്ല. ആ നയനയുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് അമ്മയും അവിയും ഒക്കെ ഒന്ന് നോക്കിയും കണ്ടും ഒക്കെ നിൽക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവന്തിക അതിനൊക്കെ ശേഷം റൂമിലേക്ക് പോവുക. അപ്പോൾ റൂമിൽ ചെന്ന് ഒക്കെ കഴിയുമ്പോഴേക്കും അവന്തികയെ ആ ജ്വല്ലറിയിലെ ഓണർ വിളിക്കുന്നുണ്ട്. അയാൾ വിളിച്ചിട്ട് സംസാരിക്കുക. അപ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ ഇവിടെ കയറി പറ്റിയിട്ടുണ്ട്. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയൊക്കെ സ്നേഹത്തിന് പാത്രമായിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഞാൻ നല്ലൊരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയോട് ഏട്ടനോടും ഒക്കെ ഒരു ശത്രുതാ മനോഭാവം വച്ച് പുലർത്തിയിരിക്കുക. എന്നിട്ട് മറ്റുള്ളവരെ എല്ലാം സ്നേഹിച്ച് ഞാനങ്ങ് കൊല്ലും. അങ്ങനെ ഓരോന്നായിട്ട് നേടിയെടുക്കും എന്ന് പറയാം. അപ്പം അയാൾ പറയുന്നുണ്ട്, അതെ, നമ്മുടെ ലക്ഷ്യം മറക്കരുത്. എന്തായാലും നമ്മുടെ ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ഇങ്ങനെ ചില കളികൾ വേണം. അവിടെ ആദർശിൻ്റെയും നിൻ്റെ മുത്തശ്ശൻ്റെയും ഒക്കെ നീക്കങ്ങളൊക്കെ മണത്തറിഞ്ഞ് എന്നെ അറിയിക്കുക തന്നെ ചെയ്യണമെന്ന് പറയാം. പിന്നെ അതൊക്കെ ഞാൻ ഏറ്റു. അടുത്ത ദിവസം തന്നെ ഞാൻ മൂർത്തീസ് ജ്വല്ലറിയിൽ ചാർജ് എടുക്കും. അവിടെ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എല്ലാ വിവരങ്ങളും ചോർത്തി തരാൻ പറ്റും. അങ്ങനെ ജ്വല്ലറി അങ്ങ് തകർക്കാനും പറ്റും എന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇടയ്ക്കൊക്കെ നമുക്ക് കൂടിക്കാഴ്ചകളൊക്കെ ഉണ്ടാവണം എന്ന് പറയാം. കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദർശിനെയൊക്കെ തകർക്കണ്ടേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആദർശം നൈനിയൊന്നും ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. അവരാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഈ അവന്തിക വന്നതുകൊണ്ട്. അങ്ങനെ ആദർശം നൈനയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നൈന പറയുന്നുണ്ട്, അവന്തിക വന്നിട്ടുണ്ടല്ലോ ആദർശേട്ടാ, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. എല്ലാവരും പറഞ്ഞു അവന്തികയുടെ പഴയ സ്വഭാവമൊക്കെ ആയിരിക്കുമെന്ന്. ഏതായാലും അപ്പച്ചിയുടെ ഒരു സ്വഭാവവും കിട്ടിയിട്ടില്ല, പ്രത്യേകിച്ച് അബിയുടെ. വന്ന പാടെ ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെ ആദർശേട്ടാ പെരുമാറിയത്. അമ്മയും ഞാനും വാതക്ക് നിന്നപ്പം ഞങ്ങളെ വന്ന് കെട്ടിപ്പിടിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ആ കുട്ടിയുടെ മനസ്സിലൊരു മറയുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും നന്നായി എന്ന് പറയാം. അപ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവൾ നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. താനീ അപ്പച്ചിയുടെ പകർപ്പ് തന്നെയായിരുന്നല്ലോ. ഇനി അവളും എന്തെങ്കിലും അഭിനയം കാഴ്ചവെക്കുന്നതായിരിക്കുമോ? അപ്പോൾ ഉടനെ നയന പറയും, ഏയ് മുത്തശ്ശൻ്റെ അടുത്ത് പോയി കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു അഭിനയം കാഴ്ചവെക്കേണ്ട ആവശ്യമുണ്ടോ? അതൊന്നും ആയിരിക്കില്ല. സ്വഭാവമൊക്കെ മാറിക്കാണും. നാട്ടിൽ നിന്നൊക്കെ മാറി നിന്ന് പഠിച്ചതല്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ സ്വഭാവമൊക്കെ മാറിയാൽ അവൾക്ക് കൊള്ളാം. അതുകൊണ്ട് അവൾക്ക് ഗുണങ്ങളെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ എന്ന് ആദർശും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവന്തികയും ജ്വല്ലറിയുടെ ഓണറും കൂടെ കണ്ടുമുട്ടുകയാണ്. അവർ തമ്മിൽ പല പദ്ധതികളും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആദർശിനെയും നൈനയും തകർക്കാനും ജ്വല്ലറിയെ തകർക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ജ്വല്ലറിയുടെ ഓണർ അവന്തികയോട് പറയുന്നുണ്ട്, അവന്തികയെ ഞങ്ങൾ ഈ ജ്വല്ലറിയുടെ ഒരു പാർട്ട്ണറായിട്ട് തന്നെ നിയമിക്കും. അതിനുവേണ്ടി അവിടുത്തെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാം. അപ്പം അവന്തിക പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ മുത്തച്ഛനെ സോപ്പിട്ട് ഞാൻ ജ്വല്ലറിയിൽ കയറി പറ്റും. അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കണം. എന്നിട്ട് ആ വിവരങ്ങളൊക്കെ ഞാൻ ചോർത്തി തരാമെന്ന് പറയുകയാണ്. അങ്ങനെ അവന്തിക മുത്തശ്ശനുമായിട്ട് സംസാരിക്കുക. എന്നിട്ട് മുത്തശ്ശനോട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാനിപ്പോൾ എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് വന്നതല്ലേ. ഇനിയിപ്പം ഞാനിവിടെ വെറുതെ വീട്ടിലിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. അമ്മയുടെ ആഗ്രഹം എന്നെ വിവാഹം കഴിച്ച് വിടണമെന്ന്. ഏതെങ്കിലും ഒരു കോടീശ്വരനെ കണ്ടെത്തി അയാളുമായിട്ട് എന്നെ വിവാഹം ഉറപ്പിച്ച് വിടണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. പക്ഷേ എനിക്കിപ്പം വിവാഹമൊന്നും വേണ്ട. അങ്ങനെ ഇത്രയധികം പഠിച്ച് വന്നിട്ട് വെറുതെ വിവാഹം കഴിച്ച് പോകാതെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യണമെന്നും അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നും ഒക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പം നമുക്ക് സ്വന്തമായിട്ട് ജ്വല്ലറികളും ഓഫീസുകളും ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്തെവിടെയെങ്കിലും ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ മുത്തശ്ശ? ഞാനും കൂടെ നമ്മുടെ ജ്വല്ലറിയിലെ ഒരു ജ്വല്ലറിയുടെ കാര്യം നോക്കി നടത്താനായിട്ട് കയറിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്.
അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അതിനെന്താ മോൾ ആദ്യം അക്കൗണ്ട്സിൽ കയറിക്കോ, അക്കൗണ്ട്സിൽ കയറി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എങ്ങനെയാണ് എന്ന് ആദർശിനെ ഒക്കെ വീക്ഷിച്ച് ആദർശിൻ്റെ കൂടെ നിന്ന് മനസ്സിലാക്കണം എന്ന് പറയുമ്പം സന്തോഷമാവുകയാണ് കേട്ടോ അവന്തികയ്ക്ക്. എങ്ങനെയെങ്കിലും ആദർശിൻ്റെ കീഴിൽ നിന്നിട്ട് ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അടിച്ചെടുത്ത് ജ്വല്ലറിക്കാരെ അറിയിക്കാൻ പറ്റുമല്ലോ എന്നുള്ളത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ചെയ്യണം, നമ്മുടെ ബിസിനസ്സാണ്, മോളിപ്പം ട്രെയിനി ആയിട്ട് തന്നെ നിന്നോളാൻ പറയാം. അപ്പോൾ അവന്തിക പറയാണ് അതെ അത് കുഴപ്പമില്ല, ട്രെയിനി ആയിട്ട് ഞാൻ നിന്നോളാം, എനിക്ക് സാലറി പോലും വേണ്ടാന്ന് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട് അതല്ല, ജോലി ചെയ്യുന്നതിന് ഒരു സാലറി മോക്ക് കിട്ടും, അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം, എന്നിട്ട് ജ്വല്ലറിയുടെ തലപ്പത്ത് വരണം എന്ന് പറയണം. അപ്പോൾ അവന്തിക പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്, കയറി പറ്റാൻ പറ്റിയല്ലോ. അങ്ങനെ ആദർശിൻ്റെ കൂടെ ജ്വല്ലറിയിൽ കയറി പറ്റുക. അപ്പോൾ ആദർശിന് ആദ്യം തന്നെ അവന്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും അവന്തികയുടെ സ്വഭാവം മാറി എന്നൊക്കെ നയനിയും മുത്തശ്ശനും ഒക്കെ പറഞ്ഞ് ധരിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ആദർശം വിചാരിക്കുകയാണ് സത്യമായിരിക്കും എന്ന് വിചാരിക്കുക. അങ്ങനെ ആദർശിൻ്റെ ഓരോ നീക്കങ്ങളും അവന്തിക മനസ്സിലാക്കുകയാണ് കേട്ടോ. ജ്വല്ലറിയിൽ വരുത്തുന്ന മാറ്റങ്ങളും ബിസിനസ്സിൻ്റെ ടെക്നിക്കുകളും ആദർശിൻ്റെ മാറ്റങ്ങളും എല്ലാം മനസ്സിലാക്കി ജ്വല്ലറിക്കാർക്ക് ഒറ്റ കൊടുക്കുകയാണ് ചെയ്യുന്ന അവന്തിക. അങ്ങനെ ജ്വല്ലറി ഓണറുമായിട്ടും സംസാരിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. ആദർശ് പുതിയൊരു കരാറിൽ ഏർപ്പെടാൻ പോവാണെന്ന് ജ്വല്ലറിക്കാരെ അറിയിക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ ആ ഓരോ നീക്കങ്ങളും അറിയിച്ച് മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാനുള്ള കരുക്കളൊക്കെ നീക്കാൻ ഒന്നാം സ്ഥാനത്ത് തന്നെ ഈ അവന്തിക നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഇതവിടെ മറ്റാർക്കും മനസ്സിലാവുന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്തിക ജ്വല്ലറിയിലെ ഓണറോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യം, ആദർശേട്ടൻ്റെ കാര്യം, ആദർശേട്ടനെ എനിക്ക് വിവാഹം കഴിക്കണമെന്ന് നേരത്തെ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് തടസ്സമായിട്ട് നിന്നത് ഇപ്പം നയനയാണ്, ഇനിയാണെങ്കിലും നയന ഇല്ലാതായ ആദർശേട്ടനെ ഞാൻ സ്വന്തമാക്കും, അങ്ങനെ അനന്തപുരിയിലെ ഭൂരിഭാഗം സ്വത്തുക്കളും എൻ്റെ പേരിലാവും, എൻ്റെ അമ്മയും അതുപോലെ തന്നെ അബിയുമൊക്കെ അവിടെ അനുഭവിക്കുന്ന ആ വേർതിരിവുണ്ടല്ലോ, ഞങ്ങൾ ചെറുപ്പം മുതൽ അനുഭവിച്ചു വന്ന ഒരു വേർതിരിവുണ്ട്, എൻ്റെ അമ്മയെ അവിടെ എടുത്തു വളർത്തിയത് കൊണ്ട് തന്നെ ഞങ്ങളെ ഒരു വേർതിരിവോട് കൂടി തന്നെയാണ് അവിടെ കണ്ടിരുന്നത്, ആ ഒരു വേർതിരിവിന് പരിഹാരം ഉണ്ടാവണം, ആദർശിൻ്റെ ഭാര്യയാവണം ഞാനെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈ കൂടിയേ പോകുള്ളൂ എന്ന് പറയാം. അപ്പം അയാൾ പറയുന്നുണ്ട് അതിന് ചില മാർഗങ്ങളുണ്ട്, നയനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് പറയാണ്. ആ നയനെ ഇല്ലാതായാൽ തന്നെ ആദർശിൻ്റെ പകുതി ജീവൻ പോകും, അതോടുകൂടി തന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ചയുണ്ടാവും എന്ന് പറയാം. അപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഓക്കെ, അതിനായിട്ട് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാം ഒരു ആക്സിഡൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അങ്ങനെ നയനെ ഇല്ലാതാക്കാമെന്ന് പറയാണ്. അപ്പോൾ ആദർശം ഉണ്ടാവില്ലേ കൂടെയെന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഉണ്ടാവട്ടെ, ആദർശിന് ആയുസിന് ബലം ഉണ്ടെങ്കിൽ ആദർശ് രക്ഷപ്പെടും, ആദർശിനെ നമുക്ക് രക്ഷപ്പെടുത്താം എന്ന് പറയാണ്. അങ്ങനെ അവരൊരു ആക്സിഡൻറ്റ് പ്ലാൻ ചെയ്യാണ്. അപ്പം നയനയും ആദർശും കൂടി ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെയാണ് അവരെ ഒരു ആക്സിഡൻറ്റിൽ പെടുത്തുകയാണ്. അത് ഈ ജ്വല്ലറിക്കാരും അതുപോലെ തന്നെ അവന്തികയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ. അങ്ങനെ ആക്സിഡൻറ്റ് വണ്ടി ഇടിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ നയനയ്ക്ക് ബോധമില്ല, ആദർശിനും ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ നയനയെ ബോധം വീണ് നയനയെ കുറച്ച് പേരെടുത്ത് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ആദർശിനെ ആരെ എടുത്തിട്ട് പോയെന്ന ഒരു പിടുത്തവും ഇല്ല, ആദർശിനെ ആരും കാണുന്നുമില്ല കേട്ടോ അവിടെ. അങ്ങനെയായിട്ട് നയന ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പം നയനയ്ക്ക് ബോധം വീഴുകയാണ് അവിടെ വെച്ച്. അപ്പം ബോധം വീഴുമ്പോൾ നയന ആദർശിനെയാണ് കേട്ടോ അന്വേഷിക്കുന്നത്, ആദർശേട്ടൻ എവിടെയും ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് അവർ അല്ല ആദർശിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ആക്സിഡൻറ്റ് നടന്ന സ്ഥലം ഒരു കൊക്കയുടെ സൈഡാണ് കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നയനയെ കിട്ടുന്ന എല്ലാ നാട്ടുകാരും ഹോസ്പിറ്റലാക്കുന്നത്. എന്നാൽ ആദർശിനെ കുറിച്ച് ഒരു വിവരം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കുകയാണ് ആദർശ് ഈ കൊക്കയിലേക്ക് വീണിട്ടുണ്ടാവും, ഭയങ്കര ആഴത്തിലുള്ള കൊക്കയാണ്. അപ്പോൾ കൊക്കയിലേക്ക് വീണ് ആദർശ് മരിച്ചിട്ടുണ്ടാവും. ആദർശിനെ കുറിച്ച് അവിടെ എല്ലാം അന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇല്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് നയന 2-3 ദിവസം കഴിഞ്ഞ് നയനയ്ക്ക് ബോധം വീഴുന്നത്. അപ്പോഴേക്കും എല്ലാവരും ആദർശ് മരിച്ചെന്ന് തന്നെ പോലീസൊക്കെ സ്ഥിരീകരിക്കുകയാണേ. അപ്പം എങ്ങനെയെങ്കിലും ആദർശിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നയനയെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നയന ബോധം വീഴുമ്പോൾ നയനയോട് എല്ലാവരും പറയുകയാണ് ഇങ്ങനെ ആദർശിനെ കുറിച്ച് ഒരു വിവരമില്ല, ഇത്രയും ദിവസം പോലീസ് അന്വേഷിച്ചിട്ടും ബോഡി പോലും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആദർശ് മരിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുക, കൊക്കയിലേക്ക് പോയി മരിച്ചിട്ടുണ്ടാവും, ബോഡി പോലും കിട്ടില്ല, പക്ഷേ അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തണം എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നയന പൊട്ടിക്കരയാണ്, ഇല്ല അത് ഞാൻ സമ്മതിക്കില്ല, ആദർശേട്ടൻ ഒരിക്കലും മരിച്ചിട്ടില്ല, ആദർശേട്ടൻ ഒന്നും സംഭവിച്ചിട്ടില്ല, എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാവും, അതുകൊണ്ട് മരണാനന്തര ചടങ്ങുകളൊന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഭ്രാന്തിയെ പോലെ പൊട്ടിക്കരയൊക്കെയാണ് കേട്ടോ. അതേസമയം നമ്മുടെ അവന്തിക ചിരിക്കുകയാണ്. അവന്തിക ആക്സിഡൻ്റായ ആദർശിന്
തലയൊക്കെ ഇടിച്ച് ബോധം കെട്ട് വീഴും. അപ്പോൾ ഇവരിത് ചെക്ക് ചെയ്തായിരിക്കുന്നത്. ആക്സിഡൻ്റ് ആയ ആദർശിനെ മാറ്റി വേറൊരു ഹോസ്പിറ്റലിലേക്ക് ആക്കുകയാണ് അവന്തിക, ആരും അറിയാത്ത ഒരു സ്ഥലത്ത്. ആ സമയത്താണെങ്കിൽ ആദർശിന് ബോധം വീഴുമ്പോഴും ആദർശിന് ഓർമ്മയില്ല, പഴയ കാര്യങ്ങളൊന്നും ആദർശ് ഓർക്കുന്നില്ല. ആദർശ് അങ്ങനെ ഹോസ്പിറ്റലിൽ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. ഇവരാണെങ്കിൽ അറിയുന്നുമില്ല. അങ്ങനെ ആദർശിൻ്റെ ആ ഓർമ്മ നൈനിയൊക്കെ ആദർശ് അങ്ങ് മറന്നു പോവുകയാണ് കുറച്ച് നാളത്തേക്ക്. അപ്പം ആ ഒരു സ്പേസിലേക്ക് ഈ അവന്തിക കയറി കൂടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്